എടേ 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 എടാ തരികിട മതി 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 എടാ തരികിടൊക്കെ മതിയാക്കടാ. എല്ലാവരും ബുക്കൊക്കെ എടുത്ത് മുന്നിൽ വെക്കടാ. നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞ പോലെ നമ്മൾ ഇന്ന് എന്താക്കാൻ പോവാണ്? മാത്തമാറ്റിക്കൽ ടൂളായ ഡിഫറൻസിയേഷൻ എടുക്കാൻ പോവാണ്. എല്ലാവരും എന്താക്കുക? പഠിക്കാൻ റെഡിയല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയില്ലേ? എവിടെ ഓർമ്മ ഉണ്ടാവും? കഴിഞ്ഞ ക്ലാസ് കണ്ടിനോ? കഴിഞ്ഞ ക്ലാസ് കണ്ടില്ലേ? വേഗം വിട്ടോ, കഴിഞ്ഞ ക്ലാസ് കണ്ടിട്ട് വാ. ബട്ട് ഇതിപ്പോൾ നിങ്ങൾ ഡിഫറൻസിയേഷൻ പഠിക്കാനാണെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ് ഒന്നും കാണില്ല. ഇത് മാത്തമാറ്റിക്കലിൽ വരുന്ന, നിങ്ങളെ മാത്തമാറ്റിക്കൽ ടോപ്പിക്കിൽ വരുന്ന ഒരു ഭയങ്കര ടഫ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് എന്ത്? സത്യം പറയുകയാണെങ്കിൽ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ഭാഗമാണ് എന്ത്? ഈ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. പല കുട്ടികൾക്കും പല തരം കൺഫ്യൂഷൻസ് വരാൻ പോകുന്ന ഒരു ഭാഗമാണ് എന്ത്? ഡിഫറൻസിയേഷൻ. ഈ ഡിഫറൻസിയേഷൻ്റെ ഞാൻ ഈ എടുക്കാൻ പോകുന്ന ഭാഗത്തിൻ്റെ അപ്ലിക്കേഷനാണ് എന്തിന് വേണ്ടത്? നമുക്ക് വേണ്ട ഫിസിക്സിൽ വേണ്ടത് ഈ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി, ഇൻസ്റ്റന്റേനിയസ് സ്പീഡ്, അതിൽ വരുന്ന ഈ നിങ്ങൾക്ക് ഫിസിക്സിൽ വരുന്ന ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ ഇതിൻ്റെ അപ്ലിക്കേഷനാണ് വേണ്ടത്. ബട്ട് നമ്മൾ ബേസ് മുതൽ പഠിച്ചാലല്ലേ നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഇതെന്താക്കുക? വൃത്തിക്ക് പഠിക്കുക. ഞാൻ വളരെ സിമ്പിളായിട്ട്, വളരെ ഡീറ്റെയിൽ ആയിട്ട്, വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള പോയിന്റ് അടക്കം പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത്. സോ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവത്തില്ല ഈ ക്ലാസ് കേൾക്കുമ്പോഴേക്ക്. ആൻഡ് എന്താക്കുക? എല്ലാവരും റെഡിയല്ലേ? ഓക്കെ, നമ്മളെ ഒരു മിനിറ്റ് കേട്ടോ. എടാ എന്താണ് ഈ ഡിഫറൻസിയേഷൻ? അതറിയാമെങ്കിൽ നിങ്ങൾ ഇവിടെ ഒന്നിരിക്കത്തില്ലാലോ. എടാ ഡിഫറൻസിയേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഫൈൻഡിങ് എ സ്ലോപ്പ് ഓഫ് എ ഗ്രാഫ് അറ്റ് എ പോയിന്റ്. ഒരു ഗ്രാഫിൻ്റെ അകത്തുള്ള ഒരു പോയിന്റിന്റെ സ്ലോപ്പ് കാണുന്നതിനാണ് എന്ത് പറയുന്നത്? സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ അത് എന്തായാലും ഓർത്തിരിക്കുക. നിങ്ങൾക്ക് ഡിഫറൻസിയേഷൻ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത് ഓർമ്മ വരണം. കാരണം നിങ്ങൾക്കത് യൂസ്ഫുൾ ആവും. ഓക്കെ, ഫൈൻഡിങ് എ സ്ലോപ്പ് ഓഫ് എ ഗ്രാഫ് അറ്റ് എ പോയിന്റ്. അത് മനസ്സിലാവണമെങ്കിൽ, ഇതെന്താണെന്ന് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾക്ക് എന്താണെന്ന് അറിയണം? സ്ലോപ്പ് എന്താണെന്ന് അറിയണം. ഈ സ്ലോപ്പ് എന്തുവാ? നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുണ്ട്, 10ാം ക്ലാസ് പഠിച്ചിട്ടുണ്ട്. സ്ലോപ്പ് അഥവാ ചരിവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേതാണ് ആക്സിസ്? വെരി ഗുഡ്, എക്സ് ആക്സിസ്. ഇതാണ് ആക്സിസ്, വൈ ആക്സിസ്. ഈ നമ്മൾ ഇവിടുന്ന് ഒരു വര വരണം, ഒരു ലൈൻ വരച്ച് ഇത് പോസിറ്റീവ് എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാകുന്ന ആംഗിൾ, അത് നമ്മൾ തീറ്റാന്നെടുത്ത്. അങ്ങനെയാണെങ്കിൽ ഈ ലൈനിൻ്റെ ചരിവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അഥവാ സ്ലോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുവാ? അതാണ് അതിൻ്റെ ഇക്വേഷനാണ് എന്ത്? ടാൻ തീറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലൈൻ പോസിറ്റീവ് എക്സ് ആക്സിസും ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റയുടെ ടാൻ ആണ് എന്ത്? സ്ലോപ്പ്. മനസ്സിലായോ? ഇതാണ് സിംപ്ലി സ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ സ്ലോപ്പ് കാണലാണ് എന്ത്? ഈ ഡിഫറൻസിയേഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യുന്നത് ഒരു ഗ്രാഫിന്റെ സ്ലോപ്പ് കാണലാണ്. ഈ ഗ്രാഫിന്റെ സ്ലോപ്പ്, ഈ ലൈനിന്റെ സ്ലോപ്പ് എന്ന് വെച്ചാൽ ഇത് പോസിറ്റീവ് എക്സ് ആക്സിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഏടെ പോസിറ്റീവ് എക്സ് ആക്സിസ്, ഇതൊരു എക്സ് ആക്സിസ് തന്നെയല്ലേ? ഇത് മുകളിൽ വരച്ച് കഴിഞ്ഞാൽ ഇത് തീറ്റ തന്നെയാണ്. എന്ന് വെച്ചാൽ ഈ ആംഗിളും തീറ്റ തന്നെയാണ്. എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ എന്താക്കി കുറച്ചുകൂടി മുകളിൽ ഇതിങ്ങനെ പോകുന്ന കോൺസ്റ്റന്റ് ആയിട്ട് പോകുന്ന ഒരു ഗ്രാഫാണ്, ഒരു ചേഞ്ചും ഇല്ല. ഈ ആംഗിൾ എന്താ? അതും തീറ്റ തന്നെയല്ലേ? ഇത് പോസിറ്റീവ് എക്സ് ആക്സിസ് കുറച്ച് മുകളിലോട്ടേക്ക് വരച്ച് കഴിഞ്ഞാലും ഈ ആംഗിൾ എന്താ? തീറ്റയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ സ്ലോപ്പ് മാറുന്നുണ്ടോ? മാറുന്നില്ല. തീറ്റ മാറാത്തിടത്തോളം കാലം ഇതിന്റെ സ്ലോപ്പ് മാറത്തില്ല. എന്ന് വെച്ചാൽ ഈ ചരിവിന്റെ സ്ലോപ്പ് സെയിം ആണ് എന്ന് അർത്ഥം. ഓക്കെ, അവിടെ വെക്കുക. ഞാൻ എന്താ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ അവിടെ വെക്കുക. നമ്മൾ എന്താക്കുന്നത്? ഒരു ഗ്രാഫ് കൂടി വരക്കുന്നത്. ഇത് എക്സ്, ഇത് വൈ. ഇത് നോക്കുക നിങ്ങൾ, ഇത് നോക്കുക. ഞാൻ പറഞ്ഞല്ലോ നിങ്ങളൊരു പോസിറ്റീവ് എക്സ് ആക്സിസുമായിട്ട് ആ ഒരു പോയിന്റ് ഉണ്ടാക്കുന്നതാണ്. ഇതിന്റെ സ്ലോപ്പ്, ഈ പോയിന്റിലുള്ള സ്ലോപ്പ് നോക്കുക. ഈ പോയിന്റിലുള്ള സ്ലോപ്പ് വെച്ച് കഴിഞ്ഞാൽ അതിന് നമുക്ക് ആംഗിൾ കാണണമെങ്കിൽ ഇതിന് നേരെ ആ പോയിന്റിന്, ഈ കർവ് സർഫസ് ആണെങ്കിൽ ആ പോയിന്റിന് നേരെ എന്താക്കുക? ഒരു ടാൻജന്റ് വരക്കുക. ഇതാണല്ലോ ടാൻജന്റ്. അത് ആംഗിൾ ഉണ്ടാക്കുന്നത് തീറ്റ 1 കൊടുക്കുക. അതേ ആംഗിൾ ആണോ അടുത്ത പോയിന്റ് ഉണ്ടാക്കുക? നിങ്ങൾ ഇവിടെ സ്ലോപ്പ് വരച്ച് നോക്കി, ഇതിങ്ങനല്ല പോവുക. അപ്പോൾ ഈ ആംഗിൾ വ്യത്യാസമുണ്ട്. എന്ന് വെച്ചാൽ തീറ്റ 2. മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടി വലുതാക്കി വരച്ചിട്ട് കാണിച്ചു തരാം. ലെറ്റ്സ് ഗോ. എന്തായാലും മനസ്സിലാവണം, ഇത് മനസ്സിലാവണം, ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവണം. നല്ലൊരു കർവ് വരക്കാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് നമ്മളെ കർവ്. നമ്മൾ ഈ പോയിന്റിലുള്ള സ്ലോപ്പ് കാണുന്നത്. ഈ ചരിവല്ലാതെ ഈ ചരിവ്, ഓരോ പോയിന്റിലും ചരിവ് വ്യത്യാസമല്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ടാൻജന്റ്, ഈ ചരിവ് ആണെങ്കിൽ നമ്മൾ എന്താക്കുക? കർവ് സർഫസ് ആണെങ്കിൽ അതിന് ടാൻജന്റ് വരക്കുക. അത് പോസിറ്റീവായ എക്സ് ആക്സിസ് ഉണ്ടാക്കുന്ന ആംഗിളാണ് നമ്മൾ തീറ്റ എന്ന് എടുത്തത്. ഓക്കെ, ഇവിടെ തീറ്റ 1 കൊടുക്കുന്നുണ്ട്. എന്തിനാണ് ഞാൻ ഇപ്പം പറഞ്ഞുതരാം. ഈ പോയിന്റിൽ നമ്മൾ വീണ്ടും ഒരു ടാൻജന്റ് വരച്ച്
ഈ ആംഗിളും ഈ പോസിറ്റീവ് എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എന്താടാ? ഈ പോയിന്റ് കാരണം പോസിറ്റീവ് എക്സ് ആക്സിസ് ഉണ്ടാക്കുന്ന ആംഗിൾ വ്യത്യാസമില്ലേ എന്ന് വെച്ചാൽ ഈ ആംഗിൾ അല്ലാലോ ഈ ഇവിടുത്തെ പോയിന്റ്, ഈ പോയിന്റിൽ ടാൻജന്റ് വരച്ച് അത് പോസിറ്റീവ് എക്സ് ആക്സിസുമായി ഉണ്ടാക്കുന്ന ആംഗിൾ കൂടുതലല്ലേ, θ3 അല്ലേ? അപ്പോൾ ആംഗിൾ മാറിക്കൊണ്ട് നിൽക്കുന്നതിന്റെ അറ്റേ പോയിന്റുള്ള സ്ലോപ്പ് കാണാൻ നമ്മൾ എന്താക്കുന്നുണ്ട്? ഡിഫറൻസിയേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഈല് നമുക്ക് ഇത് സ്ലോപ്പ് കോൺസ്റ്റന്റ് ആണ്. എന്താണ്? ഈല് സ്ലോപ്പ് കോൺസ്റ്റന്റ് ആണ്, കാരണം ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയതുകൊണ്ട് അതിന്റെ ചരിവ് കോൺസ്റ്റന്റ് ആണ്. അതേ സ്ഥാനത്ത് ഇതിങ്ങനെ തീറ്റ മാറിക്കൊണ്ട് നിൽക്കുന്നുണ്ട്, അതുകൊണ്ട് സ്ലോപ്പ് എന്താണ്? വേരിയിങ് ആണ്. സ്ലോപ്പ് വേരിയിങ് ആകുമ്പോൾ കണ്ടുപിടിക്കേണ്ടതാണ് എന്ത്? ഈ ഡിഫറൻസിയേഷൻ ഉപയോഗിച്ചിട്ട്. ഇനിയിപ്പം ഡിഫറൻസിയേഷൻ എന്താന്ന് നമുക്ക് ഇതിൽ നിന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ലെറ്റ്സ് ഗോ. ഞാൻ ഒരു മിനിറ്റ്, എടാ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഡീറ്റെയിൽ ആക്കി എഴുതി എടുക്കട്ടോ. നമുക്കിനി എന്താക്കാന്ന് വെച്ചാൽ ഈ സ്ലോപ്പിനെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് എന്താക്കാം? ഡിഫറൻസിയേഷൻ്റെ ഇക്വേഷൻ കിട്ടും. ബട്ട് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കുന്നതിന് നമുക്ക് എന്താക്കണം? ഇതെന്താന്ന് അറിയണം. ഒരു മിനിറ്റ് കേട്ടോ. ഓക്കെ, ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. നമ്മളൊരു കോൺസ്റ്റന്റ് സ്ലോപ്പുള്ള ഒരു ഗ്രാഫ് നേരത്തെ പഠിച്ചു. ഏതാ ഗ്രാഫ്? ഇത് നേരത്തെ പഠിച്ചു. ഓക്കെ, ഇതിന്റെ സ്ലോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ നമ്മൾ പറഞ്ഞു? സ്ലോപ്പ് ഈസ് ഈക്വൽ ടു എന്താ? ടാൻ തീറ്റ ആണല്ലോ. ഓക്കെ, നമ്മൾ ഈ ലൈന് നമ്മൾ 10ാം ക്ലാസ് പഠിച്ചിട്ടുണ്ട്. എന്ത്? കോർഡിനേറ്റ് ആക്കാം. ഈ പോയിന്റ് ഞാൻ എടുക്കുന്നു എന്ത്? x2 y2. ഓക്കെ ആണോ? ഓക്കെ ആണ്. ഈ പോയിന്റ് എന്തെടുക്കുന്നത്? x1 y1. മനസ്സിലായില്ല? നമ്മൾ എന്താക്കും? നമ്മളിത് നമ്മളിത് പഠിച്ചിരിക്കുന്നത് ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4. ഇത് എക്സ് ആക്സിസ് സൈഡ്, ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ഒരു പോയിന്റ് വരച്ച് ഇങ്ങനെ പോകുന്ന ലൈന്, ഈ പോയിന്റ് വരച്ച് ഇതെന്താ? 1, 1 ആണ്. ഇതെന്താ? 4, 4 ആണ്. നമ്മളെന്ത് പഠിച്ചു? ഇങ്ങനെ മാർക്ക് ചെയ്യുന്നത്. ഇതിനെ ഞാൻ കോമൺ ആക്കി എടുത്തതാണ് എന്ത് x1 y1 എന്നും ഇതിനെ കോമൺ ആക്കി എടുത്തതാണ് എന്ത് x2 y2 എന്നും. പക്കാണോ? അതാണ് എന്ത് സിംപ്ലി ഉദ്ദേശിച്ചത്. ഓക്കെ അല്ലേ? ഓക്കെ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ വൺ എന്ന് വെച്ചാൽ ഇവിടുന്ന് മുതൽ ഇവിടുത്തോളം വരെയുള്ള ഡിസ്റ്റൻസ് അല്ലേ? ഇത് പിടിയാട്ടോ 1 1 വരിക. ഇവിടുന്ന് മുതൽ ഇവിടുത്തോളം വരെ ഡിസ്റ്റൻസ് അല്ലേ 1? അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് മുതൽ ഇവിടുത്തോളം വരെയുള്ള ഡിസ്റ്റൻസ് ആണ് എന്ത്? x1. ആ പക്കയാണോ? പക്കയാണ്. ഇവിടുന്ന് മുതൽ ഈ പോയിന്റ്, ഇവിടുന്ന് മുതൽ ഇവിടുത്തോളം വരെയുള്ള ഡിസ്റ്റൻസ് അല്ലേ 4? അതുകൊണ്ടല്ല ഇവിടെ 4 എടുത്തത്, എക്സിന് 4 എടുത്തത്. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് മുതൽ ഇവിടുത്തോളം വരെ അതാണ് എന്ത്? ഇവിടെ x1 ആട്ടോ. സോറി കേട്ടോ, അത് മാറ്റാം. നിങ്ങൾ എഴുതിയിട്ട് പോയിന്റ് മാറ്റാം. ഇതാണ് എന്ത്? x2. പക്ക അല്ലേ? പക്ക ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓക്കെ അല്ലേ? ഇവിടുന്ന് മുതൽ ഇവിടുത്തോളം വരെയുള്ള ഡിസ്റ്റൻസ് അതാണല്ലോ y1 ആ 1 ആക്കി എടുത്തത്. അപ്പോൾ ഇവിടുന്ന് മുതൽ ഇവിടുത്തോളം വരെ ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ ഇതെന്താ? y1 അല്ലേ? ഏത്? ഈ ലെങ്ത് ഇതല്ലേ y1, അതുകൊണ്ടല്ലേ x1 y1 എടുത്തത്. അതുപോലെ തന്നെ ഇവിടുന്ന് മുതൽ ഇവിടുത്തോളം വരെ ഡിസ്റ്റൻസ് ആണ് എന്ത്? ഈ ഡിസ്റ്റൻസ് അല്ലേ ഇവിടുന്ന് മുതൽ ഇവിടുത്തോളം വരെ ഉള്ളത്. അതാണ് എന്ത്? y4 ആക്കി എടുത്തത്. അതെന്താണ്? ഇവിടെ എന്താണ്? y2. ഇതെന്താണ്? ഇത് മൊത്തം എന്താണ്? അയ്യോ, ഇതിങ്ങനെ തന്നെ വരക്കാം. ഇത് മൊത്തം എന്താണ്? y2. പക്ക അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ചെറിയ ലെങ്ത് എത്രയാ? ഈ ചെറിയ ലെങ്ത് എന്ന് വെച്ചാൽ ഇവിടുന്ന് മുതൽ ഇവിടുത്തോളം വരെയുള്ള ഈ ചെറിയ ലെങ്ത് എത്രയാ? ഈ ലെങ്ത് ഇത് മൊത്തം y2, ഇത് ഇവിടുന്ന് മുതൽ ഇവിടുത്തോളം വരെ y1 എന്ന് വെച്ചാൽ y2 മൈനസ് y1. ഇതുവരെ പക്ക അല്ലേ? അവിടെ വെക്കാം. അങ്ങനെയാണെങ്കിൽ ടാൻ തീറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആംഗിളും തീറ്റ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഇങ്ങനെ ആക്സിസ് വരച്ചാൽ ഇത് കോൺസ്റ്റന്റ് സ്ലോപ്പ് ആയതുകൊണ്ട് ഈ ആംഗിളും ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ നിങ്ങൾക്ക് അറിയാം. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ടാൻ തീറ്റ എത്രയാ? ടാൻ തീറ്റ എന്ന് വെച്ചാൽ ഇത് ഡിവൈഡഡ് ബൈ ഇതാണല്ലോ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ആണല്ലോ ടാൻ തീറ്റ. ഓപ്പോസിറ്റ് സൈഡ് എന്താ? ഇത്. ഈ ടാൻ തീറ്റേൻ്റെ ഇത് അത് മാത്രം എടുക്കുക. ഈ ടാൻ തീറ്റേൻ്റെ ഇത് ഓപ്പോസിറ്റ് സൈഡ് എന്താ? y2 മൈനസ് y1. ഈ സൈഡ് എത്രയാ? y2 മൈനസ് y1. അടുത്തത് ഈ സൈഡ് എത്രയാ? ഈ സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മൊത്തം x2,
ഇവിടുന്ന് മുതൽ ഇവിടുത്തോളം വരെ x1. അപ്പോൾ ഇത് മാത്രം എത്രയാ? x2 മൈനസ് x1 ആണല്ലോ. ഇവിടുന്ന് ഫുള്ള് x2, ഇവിടുത്തോളം വരെ x1. അപ്പോൾ ഈ മൊത്തം ഈ കഷ്ണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ x2ന്ന് x1 കുറച്ചാൽ അതിൻ്റെ ബാക്കി കിട്ടുമല്ലോ. കിട്ടും, അതും അറിയാം, സിമ്പിൾ. x2 മൈനസ് x1. ഇതാണ് എന്ത്? സ്ലോപ്പിൻ്റെ ഇക്വേഷൻ. ഇങ്ങനെയാണ് സ്ലോപ്പിൻ്റെ ഇക്വേഷൻ വരുന്നത്. ഓക്കെ ഓക്കെ, പക്കായോ? യെസ്, പക്കായി. ഇതുവരെ നിങ്ങൾക്ക് എന്താണോ പക്കാ ബേസിക് ആയിട്ട് അറിയണം, എന്നാലേ ഞാൻ അടുത്ത പറയാൻ പോകുന്നത് മനസ്സിലാവും. മയക്കാട്ടോ, നിങ്ങൾ എഴുതിയെടുക്കുക. മനസ്സിലായില്ലേ? ഇത് വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് മനസ്സിലായേ പറ്റൂ. എഴുതിയെടുക്കാം. ഇനി നമ്മൾ രണ്ടാമതൊരു ഗ്രാഫ് വരച്ചായിരുന്നു, ഓർമ്മ ഉണ്ടോ? എടാ, റെഡിങ്ങിലേക്ക് നമുക്കൊരു സുഖയില്ല, അങ്ങനെ റെഡിങ് എടുത്തു. നമ്മൾ രണ്ടാമത്തെ ഗ്രാഫിലേക്ക് പോവാണ് കേട്ടോ. രണ്ടാമത്തെ ഗ്രാഫ് നമ്മൾ നേരത്തെ പറഞ്ഞു, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? ഓർമ്മയില്ലെങ്കിൽ ഓർമ്മ ഉണ്ടാവണം. ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. നമ്മളെ ഗ്രാഫ് ഓർമ്മ ഉണ്ടായിരുന്നു നേരത്തെ എടുത്തേ? ഓക്കെ, ഇങ്ങനെ വരച്ച ശേഷം നമ്മൾ സ്ലോപ്പ് കാണാൻ എന്തായിരുന്നു ചെയ്തത്? ഒരു പോയിന്റ് എടുത്തു, ഒരു സ്ഥലത്ത് ഒരു പോയിന്റ് എടുത്തു. ഒന്നാമത്തെ സ്ഥലത്ത് നമ്മൾ ഒരു പോയിന്റ് എടുത്തു, എന്ത്? x1 y1 എന്ന് പോയിന്റ് എടുത്തു. സെറ്റാണ്. രണ്ടാമത്തെ സ്ഥലത്ത് നമ്മൾ എന്താക്കി? നേരത്തെ സ്ട്രെയിറ്റ് ലൈൻ്റെ സ്ലോപ്പ് കണ്ടത് എങ്ങനെയാ? ഇങ്ങനെ തന്നെ. വേറൊരു സ്ഥലത്ത് ഒരു പോയിന്റ് എടുത്തു, x2 y2. അതെന്താക്കി? ഇങ്ങനെ ടങ് 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 ഇങ്ങനെ യോജിപ്പിച്ച്. ഇതെന്താ? y2 മൈനസ് y1 ആണ്, ഇത് x2 മൈനസ് x1 ആണ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും പറയുന്നില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തല്ല, ഒരിക്കലും സ്ലോപ്പ് ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ എന്ന് എഴുതാൻ പറ്റത്തില്ല. സ്ലോപ്പ് നോട്ട് ഈക്വൽ ടു ടാൻ തീറ്റ ആണ്. എന്തുകൊണ്ട്? കാരണം ഇവിടെ തീറ്റ എന്ന് പറയുന്നത് ഈ പോയിന്റ്, ഈ തീറ്റ എന്ന് പറയുന്നത് ഓരോ പോയിന്റിലും മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ആ ഫസ്റ്റ് ഗ്രാഫിൽ ഈ സ്ലോപ്പ് ഇങ്ങനെ കണ്ടിന്യൂസ്ലി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്ലോപ്പ് എന്ന് വെച്ചാൽ ചരിവ്, ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഒരിക്കലും സ്ലോപ്പ് ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ എന്ന് നമുക്ക് എഴുതാൻ പറ്റത്തില്ല. അപ്പോഴാണ് നമ്മൾ ഡിഫറൻസിയേഷൻ, അല്ലെങ്കിൽ നമ്മൾ ഡിഫറൻഷ്യലേക്ക് വരാൻ പോകുന്നത് ഈ ടാൻ തീറ്റ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കാൻ പറയുന്നത്, ബട്ട് നമുക്ക് സ്ലോപ്പ് അറ്റ് എ പോയിന്റ് കാണണം. എങ്ങനെ കാണാം? ഇനിയാണ് പറയാൻ പോകുന്നത്. ഈ ഗ്രാഫ് എന്ന് വരച്ച് കഴിഞ്ഞാൽ ഇതിനെ നമ്മളിങ്ങനെ ചെറുതാക്കി സൂം ചെയ്ത് വരക്കാൻ പോവാം. എന്ന് വെച്ചാൽ ഒരുപാട് സ്ട്രെയിറ്റ് ലൈൻ ചേർന്നിട്ടല്ലേ ഇങ്ങനെ ഒരു കർവായി വരുന്നത് അല്ലേ? നമ്മളിങ്ങനെ കർവാക്കുന്ന വെച്ചാൽ അതിൻ്റെ മൈന്യൂട്ട് സൂം ചെയ്തെടുത്ത് പോയാൽ ഓരോ സ്ട്രെയിറ്റ് ലൈൻ ചേർന്നിട്ടല്ലേ അതിങ്ങനെ ഒരു കർവായി വരുന്നത്. അപ്പോൾ നമ്മൾ ഈ വട്ടം എന്ന് വെച്ചാൽ ഈ ഒരു പോയിന്റ് മാത്രം ഞാൻ സൂം ചെയ്ത് വരക്കാൻ പോവാം. അപ്പം നമുക്ക് ഈ പോയിന്റ് ഞാൻ ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ സൂം ചെയ്ത് വരക്കാൻ പോവാം. നിങ്ങൾ കാണാത്തോണ്ടാട്ടോ. ഇതിനെ നമ്മൾ വളരെ ക്ലോസ് ആയിട്ട് കൊണ്ടുവരിക. ഈ ഒന്നാമത്തെ പോയിന്റും രണ്ടാമത്തെ പോയിന്റും 1 2 എന്താക്കി വെരി ക്ലോസ് ആയിട്ട് എടുക്കാൻ പോവാ. മനസ്സിലായില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഇങ്ങനെ ഒരു ഗ്രാഫ് വരച്ച് ഇത് തൽക്കാലം 4 ആണെന്ന് കണക്കാക്കാം. ഈ x2 ഇത് x1 ഇത് y1 അല്ലേ? ഈ വരച്ച 4 ഇത് 4 എന്ന് വെച്ചാൽ y1 അല്ലേ? ഈ y2 എന്താക്കുന്നത്? ഈ ഗ്രാഫിൽ 4.000000001 ആയി എടുക്കാൻ പോവാ. എന്ന് വെച്ചാൽ ഈ രണ്ട് വാല്യൂ ഇല്ല, ഈ y1 എന്ന് പറഞ്ഞ വാല്യൂ y2 എന്ന് പറഞ്ഞ വാല്യൂ വളരെ ക്ലോസ് ആയിട്ട് എടുത്ത്. എന്ന് വെച്ചാൽ അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടല്ലേ വരിക. ഈ വാല്യൂ വളരെ ക്ലോസ് ആയിട്ട് എടുത്ത്. അങ്ങനെയാണെങ്കിൽ അവിടെ വരിക എന്താ? ഒരു സ്ട്രെയിറ്റ് ലൈനാണ്. എന്ന് വെച്ചാൽ ഇതിനെ സൂം ചെയ്ത് അറ്റേ പോയിന്റ് വളരെ സ്ട്രെയിറ്റ് ലൈനാണ്. അതിനെ നമ്മൾ നേരത്തെ ഗ്രാഫാണ് എന്താ ചെയ്തത്? ഇങ്ങനെ ജോയിൻ ചെയ്തു. ഇതിനെ ഇങ്ങനെ ജോയിൻ ചെയ്തു. ഈ ആംഗിൾ എന്താ? തീറ്റ. നമ്മൾ നേരത്തെ എടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തന്നെ എടുത്തോ. നിങ്ങൾ y2 മൈനസ് y1 എന്ന് പറഞ്ഞ വാല്യൂ അല്ലേ എന്ത്? ഈ വാല്യൂ എന്ന് വെച്ചാൽ ഈ വാല്യൂ y2 മൈനസ് y1 എന്ന് പറഞ്ഞ വാല്യൂ അല്ലേ? ആണ്. അവിടെ എന്താ വരിക? 0.0000001 അല്ലേ? എന്ന് വെച്ചാൽ 4.0000. ആ സാധനം 1 മൈനസ് 4 എന്ന് വെച്ചാൽ എന്താ? വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള വാല്യൂ അല്ലേ? ആ വളരെ ചെറിയ പോയിന്റ് എടുക്കുക. ഈ y2 y1 വളരെ ക്ലോസ് ആയിട്ട് എടുത്ത് ആ പോയിന്റ് വളരെ ക്ലോസ് ആയിട്ട് എടുത്തു. ഒന്നാമത്തെ പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് നമുക്ക് വളരെ ക്ലോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചെറിയ വാല്യൂ അല്ലേ? ഈ വളരെ ചെറിയ വാല്യൂവിനെ നമ്മൾ എന്ത് വിളിച്ചു? dy എന്ന് വിളിച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈഡ് dy കിട്ടി. ഈ y2 മൈനസ് y1 ചെറിയ വാല്യൂ ആയതുകൊണ്ട് അതിനെ നമ്മൾ എന്ത് വിളിച്ചു? dy എന്ന് വിളിച്ചു. ഈ x2 മൈനസ് x1 എന്നൊരു വാല്യൂ നമ്മൾ എന്താ ഇതേപോലെ തന്നെ വളരെ ക്ലോസ് ആയിട്ട് എടുത്തത്, അതിനെ എന്ത് വിളിച്ചു? dx എന്ന് വിളിച്ചു. ഇത് നിങ്ങൾ ഒന്നുകൂടി കാണുന്നില്ല, എത്രയും സൂം ആക്കിയിട്ട് കാണുന്നില്ലെങ്കിൽ എങ്ങനെയായി ഇത്? ഇത് തീറ്റ, ഇതെന്തായി? നമ്മൾ dy എന്ന് വിളിച്ചു. വളരെ ചെറിയ വാല്യൂ ആയതുകൊണ്ട് ഇത് dx.
ഇനി നിങ്ങൾ ഇവിടുത്തെ സ്ലോപ്പ് ഒന്ന് കണ്ടു നോക്കിയേ. ഇനി സ്ലോപ്പ് കാണാലോ. കാരണം എന്താ വെച്ചാൽ എന്താ, ഇത് മൈന്യൂട്ട് ആയിട്ടുള്ള അറ്റേ പോയിന്റിൽ നമ്മൾ എന്തെടുത്തു, ഇത് ചെറിയ വാല്യൂ, ഇതും ചെറിയ വാല്യൂ. ഇതെന്തായി, നമ്മൾ നേരത്തെ ഗ്രാഫായി. അപ്പോൾ എന്താ സ്ലോപ്പ് എന്ന് വെച്ചാൽ എന്താ, ടാൻ തീറ്റയായി. ടാൻ തീറ്റ എന്തുവാ എതിർവശം ബൈ സമീപവശം എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസ്റ്റൻറ്റ് സൈഡ്. അതെന്താ dy/dx. ഒന്നുകൂടിയും വൃത്തിക്ക് എഴുതാണെങ്കിൽ ഇവിടെ വേണ്ട, ഇവിടെ എഴുതാം. സ്ലോപ്പ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി, dy/dx എന്ന് കിട്ടി. ഇതാണ് എന്ത് നമ്മൾ പറയുന്ന ഡിഫറൻസിയേഷൻ എന്ന് വെച്ചാൽ സ്ലോപ്പ് ഓഫ് എ ഗ്രാഫ് അറ്റ് എ പോയിന്റ്. അതിനെ നമുക്ക് എന്താക്കാം, ചേഞ്ച് ഇൻ y വാല്യൂ ബൈ ചേഞ്ച് ഇൻ x വാല്യൂ എന്ന് വെച്ചാൽ വളരെ മൈന്യൂട്ട് ചേഞ്ച്. ഇങ്ങനെയാണ് എന്ത് ഇത് വരുന്നത്. ഇതാണ് എന്ത് ഡിഫറൻസിയേഷൻ. ഈ ഡിഫറൻസിയേഷൻ ഇനി ഒരുപാട് ഇക്വേഷൻസ് ഉണ്ട്, ഒരുപാട് എന്തുണ്ട് വാല്യൂസ് ഉണ്ട്, ഫോർമുലാസ് ഉണ്ട്. നമ്മളിൽ കുറേ വാല്യൂസ് ആണ് പഠിക്കാൻ പോകുന്നത്. ഇതാണ് എന്ത് ഡിഫറൻസിയേഷൻ്റെ കഥകൾ, ഡിഫറൻസിയേഷൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇനി ഇക്വേഷനിലേക്ക് പോയി കൂടെ, ലെറ്റ്സ് ഗോ. എടാ ഇനി ഞാൻ കുറേ ഇക്വേഷൻസ് എഴുതുക. ആ ഇക്വേഷൻസ് ആണ് എല്ലാവരും പറയുന്നത് ടഫാണെന്ന്. ബട്ട് അത് നിങ്ങൾ പഠിച്ചേ പറ്റൂ. കാണാൻ ബൈ ഹാർട്ട് തന്നെ പഠിച്ചേ പറ്റൂ. ബട്ട് ഞാൻ മനസ്സിലാക്കി പറഞ്ഞുതരും, മനസ്സിലാക്കി പഠിച്ചാലും മതി. പക്ഷെ കുറച്ച് ഇക്വേഷൻ എന്തായാലും ബൈ ഹാർട്ട് പഠിക്കണം. അത് നിങ്ങൾക്ക് ആവശ്യമുണ്ട്. കാരണം എന്താന്ന് പറഞ്ഞു തരാം. നമ്മളിനി കുറേ റിലേഷൻ പഠിക്കും, അതിൻ്റെ ഡിഫറൻസിയേഷൻ പഠിക്കും. ഡിഫറൻസിയേഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഒന്നുകൂടി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, സ്ലോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താക്കി ടാൻ തീറ്റ എന്ന് കിട്ടി. ആ ടാൻ തീറ്റ എന്താ y2 മൈനസ് y1 ബൈ x2 മൈനസ് x1 ആന്ന് കിട്ടി. അതിന് വളരെ നമ്മൾ വളരെ ഈ y2 y1 വളരെ ക്ലോസ് ആയിട്ട് എടുക്കുന്ന പോയിന്റിനെ നമ്മൾ എന്താക്കി വളരെ ചെറുത് എന്നുള്ള രീതിക്ക് dy എന്ന് എടുത്തു. x2 മൈനസ് x1 വളരെ ക്ലോസ് ആക്കി എടുത്തുകൊണ്ട് അതിന് എന്തെടുത്തു, dx എന്ന് എടുത്തു. ഇതാണ് എന്ത് നമ്മൾ ഇത്രയേരം പറഞ്ഞതിൻ്റെ ഔട്ട്പുട്ട്. ഇതിനെയാണ് എന്ത് പറയുക, ഡിഫറൻസിയേഷൻ എന്ന് പറയുക. ഇതാണ് സ്ലോപ്പ് ഓഫ് എ ഗ്രാഫ് ഓഫ് y വേഴ്സസ് x y എന്ന് പറഞ്ഞ ഗ്രാഫിൻ്റെ സ്ലോപ്പ്. വളരെ പോയിന്റിലെ സ്ലോപ്പാണ് ഇത്. എന്ത് dy/dx എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇതിന് എന്ത് പറയാം, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു x എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പവർ പറയില്ലേ, എക്സാമ്പിൾ പവർ എന്ന് പറയില്ലേ, നമ്മൾ പവർ എന്ന് പറഞ്ഞാൽ വർക്ക് ഡിവൈഡഡ് ബൈ ടൈം എന്ന് വെച്ചാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വർക്ക് വിത്ത് റെസ്പെക്ട് ടു ടൈം എന്ന് നമ്മൾ പറയും. അതുപോലെ തന്നെ ഇതിനെന്താ പറയും, dy എന്ന് വെച്ചാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറയും. ഇത്രയേ ഉള്ളൂ ഞാൻ പറഞ്ഞതിൻ്റെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ. ഞാൻ മറ്റേ പറഞ്ഞത് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോമ്പറ്റേറ്റീവ് എക്സാമിന് അങ്ങനത്തേനൊക്കെ മനസ്സിലാവും. ഇനി ഞാൻ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ വൈക്കും എക്സിനും തമ്മിൽ ഒരുപാട് റിലേഷൻസ് ഉണ്ട്. ഈ റിലേഷൻസ് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്കൊരു കുറേ വാല്യൂസ് കിട്ടും. അത് നിങ്ങൾ എന്താക്കണം, ബൈ ഹാർട്ട് പഠിച്ചേ പറ്റൂ. ഞാൻ കുറച്ചുകൂടി മനസ്സിലാക്കുന്ന രീതിക്ക് പറഞ്ഞുതരാം. ബട്ട് നിങ്ങൾ പഠിക്കാൻ റെഡിയല്ലേ? ഒന്നാമത്തെ എക്സാമ്പിൾ, ഇത് മയക്കട്ടെ, ഞാൻ മയക്കാതാണ്. അതിൽ ഒന്നാമത്തെ റിലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എക്സും വൈ തമ്മിൽ കുറേ റിലേഷൻസ് ചെയ്തു. എന്നിട്ട് അതിൻ്റെ ഡെറിവേറ്റീവ് കാണണം. അതാണ് നമുക്ക് വരിക. അതാണ് ഇതിൻ്റെ അപ്ലിക്കേഷൻ. ഇതാണ് കുറച്ച് ജനറൽ ഫോമാണ് ഇനി ഞാൻ എഴുതാൻ പോകുന്നത്. ഒന്നാമത്തെ എക്സും തമ്മിലുള്ള റിലേഷൻ എന്ന് വെച്ചാൽ y ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. എന്താണെന്ന് മനസ്സിലായില്ല, ഞാൻ പറഞ്ഞുതരാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സിന് ഏത് ഇൻപുട്ട് കൊടുത്താലും, ഇതല്ല എക്സ് ആക്സിസ്, ഇത് y ആക്സിസ്. എക്സിന് ഏത് ഇൻപുട്ട് കൊടുത്താലും, എക്സിന് 1 കൊടുത്താലും 2 കൊടുത്താലും 3 കൊടുത്താലും 4 കൊടുത്താലും 5 കൊടുത്താലും y എന്താ, കോൺസ്റ്റൻറ്റാ. 1 കൊടുക്കുമ്പോൾ y ഇവിടെ തന്നെയാണുള്ളത്, 2 കൊടുക്കുമ്പോൾ y ഇവിടെ തന്നെയാണുള്ളത്, 3 കൊടുക്കുമ്പോൾ y ഇവിടെ തന്നെയാണുള്ളത്, 4 കൊടുക്കുമ്പോൾ y ഇവിടെ തന്നെയാണുള്ളത്. എന്ന് വെച്ചാൽ y കോൺസ്റ്റൻറ്റാ. y എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, കോൺസ്റ്റൻറ്റാ. ഇതാണ് ഇതിൻ്റെ ഗ്രാഫിക്കൽ ഫോം. എക്സിന് ഏത് ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാലും y എന്താ, കോൺസ്റ്റൻറ്റാ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ dy/dx എന്ന് വെച്ചാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഇതാണല്ലോ സ്ലോപ്പ്, ഇതാണല്ലോ ഡിഫറൻസിയേഷൻ. എന്ന് വെച്ചാൽ വൈനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോകാമെന്നുള്ള അർത്ഥം. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ dy/dx എന്താ കിട്ടുക എന്ന് അറിയാം നിങ്ങൾക്ക്, 0 കിട്ടുക. ഇതൊരു ഫോമാണ്. ഇതെങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയേണ്ടതില്ല, ഞാൻ പറഞ്ഞുതരാം. ഇവിടെ തീറ്റ എത്രയാണ്, എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാകുന്ന തീറ്റ എത്രയാണ്, നമുക്ക് ഇവിടെ തീറ്റ എത്രയാണ്, 0 അല്ലേ. അങ്ങനെയാണെങ്കിൽ സ്ലോപ്പ് എന്താ, സ്ലോപ്പ് എന്ന് വെച്ചാൽ ടാൻ തീറ്റ അല്ലേ. ടാൻ തീറ്റ എന്ന് വെച്ചാൽ ടാൻ 0. ടാൻ 0 എന്താ, ടാൻ 0ൻ്റെ വാല്യൂ 0 ആണ്. അങ്ങനെയാണ് എന്ത് വരുന്നത്, dy/dx ഈസ് ഈക്വൽ ടു 0 എന്ന് വരുന്നത്. എന്ന് വെച്ചാൽ ഇതിന് ചരിവില്ല എന്നർത്ഥം, സ്ലോപ്പ് ഇല്ല, സ്ലോപ്പ് 0 ആണ്.
y ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ആണെങ്കിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങളോട് ചോദിച്ച് y ഈസ് ഈക്വൽ ടു 5 എക്സാമ്പിളാണ് ഇനി പറയാൻ പോകുന്നത്. ഇതിൻ്റെ dy/dx എന്താണ്? dy/dx എന്താ? നമുക്കറിയാം കോൺസ്റ്റന്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് എന്താ കിട്ടുക? 0 കിട്ടുക. അപ്പോൾ y ഈസ് ഈക്വൽ ടു 6 എന്ന് തന്നെ. എന്നിട്ട് നിങ്ങളോട് ചോദിക്കും dy/dx എന്താണ്? എന്തുവാ? y ഈക്വൽ ടു 6 എന്ന് വെച്ചാൽ i ഗ്രാഫ് വരും എന്താ? ഇത് x ആക്സിസ്, ഇത് y ആക്സിസ്. ഇത് 1 2 3 4 5 6, ഇത് 6 എന്നുള്ള പോയിന്റ് ആണെങ്കിൽ ഇതാണ് y ഈസ് ഈക്വൽ ടു 6 എന്ന് പറഞ്ഞ ഗ്രാഫ്. അപ്പോൾ അതിൻ്റെ എന്താ വരിക? ശരി 0 വരിക. ഇനിയിപ്പോൾ y ഈസ് ഈക്വൽ ടു 7 എന്നോ അല്ലെങ്കിൽ 72 എന്നോ എന്ത് വേണേൽ തന്നെ. അപ്പം dy/dx എന്താ 0. ഇതാണ് എന്ത് ഒന്നാമത്തെ സാധനം. നിങ്ങൾ എന്താക്കുക? എഴുതിയെടുക്കുക. ഞാൻ ഡസ്റ്റർ എടുക്കട്ടെ. അടുത്തത് ഇനിയിപ്പോൾ റൂള് പറയാം. ഇത് ഞാൻ ഇവിടെ എഴുതി വെക്കുന്നുണ്ട്. അടുത്ത രണ്ടാമത്തെ പോയിന്റ്, രണ്ടാമത്തെ റിലേഷൻ y ഈസ് ഈക്വൽ ടു എക്സ് റേസ് ടു n. അങ്ങനെയാണെങ്കിൽ dy/dxന് റിലേഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ nx റേസ് ടു n-1 എന്നാണ് വരിക. ഇതാണ് എന്ത് അതിൻ്റെ റിലേഷൻ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നു y ഈസ് ഈക്വൽ ടു x² എന്ന് തന്നു. ഇതിൻ്റെ dy/dx ഈസ് ഈക്വൽ ടു ക്വസ്റ്റ്യൻ മാർക്ക്. അതാണ് നിങ്ങൾക്കിപ്പം തന്നതെന്ന് വെച്ചോ എക്സാമിന്. അതെങ്ങനെയാണ് നമ്മൾ കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ജനറൽ ഫോം എന്നാ? ഇത് എന്ത് ഫോമിലാണ് ഉള്ളത്? y ഈസ് ഈക്വൽ ടു എക്സ് റേസ് ടു n എന്ന് പറഞ്ഞ ഫോമിലാണുള്ളത്. ഇതിൻ്റെ ഡെറിവേറ്റീവ് കാണുകയാണെങ്കിൽ എങ്ങനെയാവുന്ന ഞാൻ പറഞ്ഞത്? nx റേസ് ടു n-1 വരിക. ഇവിടെ n എത്രയാ? 2 ഇൻറ്റു എക്സ് റേസ് ടു n എത്രയാ? വീണ്ടും 2 -1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്താവും? 2x റേസ് ടു 2 - 1 എത്രയാ? 1. എക്സ് റേസ് ടു 1 എന്താ? xn അല്ലേ? നമ്മൾ എങ്ങനെയല്ലേ എഴുതുക? എക്സ് റേസ് 1 എഴുതലില്ലാലോ. അപ്പോൾ ഇതെന്താവും? 2x എന്നാവും. മനസ്സിലായോ? y ഈസ് ഈക്വൽ ടു x² ഡെറിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 2x എന്ന് കിട്ടും. അടുത്ത എക്സാമ്പിൾ നോക്കാം. y ഈസ് ഈക്വൽ ടു x³. ഇത് എന്ത് ഫോമാ? ഈ ഫോമിലല്ലേ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ അതിനെ dy/dx കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? nx റേസ് ടു n-1. ഇവിടെ n എത്രയാ? 3. x റേസ് ടു n-1 n എത്രയാ? 3 - 1. അങ്ങനെയാണെങ്കിൽ ഇതെന്താവും? 3x² എന്നാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ x³ y ഈസ് ഈക്വൽ ടു x³ എന്ന് പറഞ്ഞാൽ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 3x² കിട്ടും. ആൻഡ് അടുത്തെടുത്തോ y ഈസ് ഈക്വൽ ടു എക്സ് റേസ് ടു 5. അതിനെ നമുക്ക് എന്താക്കണം? ഡെറിവേറ്റീവ് ആണെന്ന് ചോദിച്ചു. അപ്പം dy/dx എന്ന് വെച്ചാൽ nx റേസ് ടു n-1 എന്ന് വെച്ചാൽ എന്നിൻ്റെ ഭാഗത്ത് എന്താ ഉള്ളത്? 5 ഉള്ളത്. 5x റേസ് ടു 5 - 1 എത്രയാ? 5x റേസ് ടു 4. ഈ റിലേഷൻ പഠിക്കൂലേ? എക്സ് റേസ് ടു n എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കിട്ടുന്നതിൻ്റെ റിലേഷൻ എന്താ? nx റേസ് ടു n-1. നമുക്ക് എഴുതിയെടുത്തോ. അടുത്ത മയക്കാട്ടോ. എടാ അണ്ണന്മാരെ, നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോടാ? ബോറടിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്താക്കുക? ഞാൻ കുറച്ച് ഇക്വേഷൻ എഴുതു. അത് നിങ്ങൾ ബൈഹാർട്ട് പഠിക്കേണ്ട. നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനൊന്നും ഇല്ലത്. അത് ബൈഹാർട്ട് പഠിക്കേണ്ട. അതൊരു റിസൾട്ടാണ്. നമ്മൾ ഇതുപോലെ എഴുതിയില്ല dy/dx ഈസ് ഈക്വൽ ടു nx റേസ് ടു n-1. അതുപോലെ തന്നെ കുറച്ച് റിസൾട്ടാണ്. അതെന്താക്കുക? ബൈഹാർട്ട് പഠിക്കണം. നിങ്ങൾ എന്താക്കുക? ഞാൻ പറയുന്നതിന് മുമ്പ് ഒരു ശ്വാസം എടുത്തേ. എടുക്കടാ, ഒന്ന് ശ്വാസം എടുത്തേ. 1 2 സെറ്റല്ലേ? ഇനി ഞാൻ പറയുന്നത് കേട്ടോളെ. 3 മൂന്നാമത്തെ റിലേഷനാണ് പറയുന്നത്. y ഈസ് ഈക്വൽ ടു നിങ്ങൾക്ക് ലോഗരിതം, നാച്ചുറൽ ലോഗരിതം ഓഫ് x എന്ന് കണ്ടെന്ന് വെച്ചോ. നിങ്ങൾ ഡെറിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ dy/dx അതെന്തുവാന്ന് അറിയാവോ? നമുക്ക് കിട്ടുക റിസൾട്ട് 1/x എന്ന അവിടെ വെക്കുക. റിസൾട്ട് അങ്ങനെ കിട്ടുക. നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ ഇത് കുറച്ചുകൂടി മനസ്സിലാവും. നിങ്ങൾ ഇനി ഞാൻ പറയാൻ പോകുന്ന റിസൾട്ട് ഒക്കെ പഠിക്കുക. അടുത്ത y ഈസ് ഈക്വൽ ടു e റേസ് ടു x എന്ന് കണ്ടെന്ന് വെച്ചോ. അതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് വെച്ചാൽ ഇതാണ് സ്പെഷ്യൽ എഡിഷൻ. ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്താ? അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? dy/dx ഇതിനെ 1/x എന്ന് കിട്ടും. ആൻഡ് ഇതിൻ്റെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? e റേസ് ടു x എന്ന് തന്നെ കിട്ടും. ഇനി അടുത്തത്, ഇനിയിപ്പോൾ നമ്മളെ ട്രിഗണോമെട്രിയിലേക്ക് പോവാം. y ഈസ് ഈക്വൽ ടു sin x എന്ന് നിങ്ങൾ കണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ dy/dx എന്തുവാ? അതിൻ്റെ dy/dx ആണ് എന്ത്? ഇതിൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളാരാ? cos x.
മനസ്സിലായോ? y ഈക്വൽ ടു സൈൻ എക്സ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനെ ഡെറിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കോസ് എക്സ് എന്ന് കിട്ടും. ഈ റിസൾട്ട് ഒക്കെ പഠിക്കാൻ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്ത് കാണിച്ചു തരുന്നതാണ്. അടുത്ത ആറാമത്തത് y ഈക്വൽ ടു കോസ് എക്സ് എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് വെച്ചാൽ dy/dx എന്തുവാ? സൈൻ എക്സ് ആണ്. ബട്ട് ഒരു പ്രശ്നോടെ ഉണ്ട്, അവിടെ ഒരു നെഗറ്റീവ് സൈനോടെ ഉണ്ട്. ഓർത്ത് വെക്കാനുള്ള ട്രിക്ക് ഞാൻ പഠിപ്പിച്ചു തരും. അടുത്ത 7 y is equal to sin i cos i. അടുത്ത y is equal to tan x എന്നാണ് നമുക്ക് കിട്ടിയത്. അതിനെ ഡെറിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും എന്നറിയോ? dy/dx ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും എന്ന് വെച്ചാൽ sec² x കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ അപ്ലിക്കേഷൻ ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ മനസ്സിലാവും. എന്ന് വെച്ചാൽ dy/dx tan x ചെയ്ത് കഴിഞ്ഞാൽ dy/dx എന്ത് കിട്ടും? sec² കിട്ടും. അടുത്തത് 8 y is equal to sec x. ഇതൊക്കെ നിങ്ങൾ പഠിക്കണം. sec x ചെയ്ത് കഴിഞ്ഞാൽ dy/dx ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? sec x tan x എന്ന് കിട്ടും. ഇനി ഞാൻ പറയുന്ന ഒക്കെ നോക്കിക്കോട്ടോ. ഇത് റിലേഷൻ തമ്മിൽ ഞാൻ കണക്ട് ചെയ്ത് പറഞ്ഞുതരും. അടുത്തത് y is equal to cot x. y is equal to cot x നെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കണം. y is equal to cot x നെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? cosec² x. ബട്ട് എന്തുണ്ട്? ഒരു നെഗറ്റീവ് സൈൻ ഉണ്ട്. ഇതെങ്ങനെ ഓർത്ത് വെക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം. നെഗറ്റീവ് വേർഡൊക്കെ വരുന്നതാണ്. അടുത്ത 10 y is equal to y is equal to നമുക്ക് എന്ത് കിട്ടി? cosec x എന്ന് കിട്ടി. അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ dy/dx ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും എന്നറിയോ? എന്ത് കിട്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ cosec x cot x. ബട്ട് ഒരു നെഗറ്റീവ് സൈൻ ഉണ്ട്. ഇതിൻ്റെ ഒക്കെ ട്രിക്ക് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ എന്താക്കുക? ഇതൊക്കെ ഒന്ന് വൃത്തിക്ക് എഴുതിയെടുത്തേ. ഇനിയിപ്പോൾ ഇതൊക്കെ ഓർത്ത് വെക്കാനുള്ള ട്രിക്കിലേക്ക് നമുക്ക് പോവാം. സൈനിൻ്റെ ഓപ്പോസിറ്റ് ആണ് എന്ത്? എപ്പോഴും കോസ് വരിക. എന്ന് വെച്ചാൽ കോസിൻ്റെ ഓപ്പോസിറ്റ് ആണ് സൈൻ വരിക. അടുത്തത് ടാനിൻ്റെ ഓപ്പോസിറ്റ് ആണ് എന്ത്? എപ്പോഴും കോട്ട് വരിക. എന്ന് വെച്ചാൽ കോട്ടിൻ്റെ ഓപ്പോസിറ്റ് ആണ് ടാൻ വരിക. മനസ്സിലാക്കട്ടോ. അടുത്ത സീക്കിൻ്റെ ഓപ്പോസിറ്റ് ആണ് എന്ത്? കൊസീക്ക് വരിക. കൊസീക്കിൻ്റെ ഓപ്പോസിറ്റ് ആണ് എന്ത്? സീക്ക് വരിക. ഈ സൈന് കോസ് ടാൻ എന്താണെന്നൊക്കെ അറിയില്ല. കൊസീക്കും സീക്ക് എന്താ അറിയില്ല. 1/sin ആണ് എന്ത്? കൊസീക്ക്. 1/cos ആണ് എന്ത്? സീക്ക്. എന്നുവെച്ചാൽ 1/cos x is equal to sec x, 1/sin x is equal to cosec x. അല്ലെങ്കിൽ നിങ്ങൾക്ക് ടാൻ എന്ന് വെച്ചാൽ എന്താ? sin x divided by cos x is equal to tan x. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാലോ. അറിയില്ലെങ്കിൽ ഇപ്പം നോട്ട് ചെയ്തെടുക്കുക. സോ നമ്മൾ എവിടെയാണ് പറഞ്ഞു വരുന്നത്? നമ്മൾ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആണ് എന്ത്? ഇത് വരിക. നിങ്ങൾ ഒറ്റ കാര്യം നിങ്ങൾ പഠിച്ചു വെക്കുക. ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് ഈക്വൽ ടു കോസ് എക്സ്. അപ്പം കോസ് എക്സിൻ്റെ എന്താ വരിക? മൈനസ് സൈൻ എക്സ്. അപ്പോൾ അത് കഴിഞ്ഞോ എന്ന് വെച്ചാൽ ഒറ്റ കാര്യങ്ങൾ പഠിച്ചു വെക്കുക. ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് കോസ് എക്സ്. നിങ്ങളിപ്പോൾ വിചാരിക്കും ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് അല്ല കോസ് എക്സ് ആണോ മൈനസ് സൈൻ എക്സ്, അല്ലെങ്കിൽ ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് ആണോ മൈനസ് കോസ് എക്സ്. ആ ഡൗട്ട് വരാണ്ടിരിക്കുക. നിങ്ങൾ ഒറ്റ കാര്യം മാത്രം പഠിച്ചു വെക്കുക. ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് ഈക്വൽ ടു കോസ് എക്സ് അവിടെ വെച്ചേക്കുക. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ് ഈക്വൽ ടു എന്താ? മൈനസ് സൈൻ എക്സ് എന്ന് വെച്ചാൽ ഓപ്പോസിറ്റിൻ്റെ മൈനസ്. മനസ്സിലായി. പിന്നെ നിങ്ങൾ ഇതിലെല്ലാം ഒരു കോമൺ ആയിട്ട് ഒരു കാര്യം ശ്രദ്ധിച്ചോ. ഈ സി വരുന്നതിനെല്ലാം ഒരു മൈനസ് ഉണ്ട്. അത് ഓർത്ത് വെക്കുക. ഈ സി വരുന്നതിന് എന്താ? സി വരുന്നതിന് മൈനസ് ഉണ്ട്. സി വരുന്നതിന് എന്താ? ഇവിടെ മൈനസ് ഉണ്ട്. ഈ സി വരുന്നതിനൊക്കെ എന്തുണ്ട്? മൈനസ് ഉണ്ട്. അങ്ങനെ ഓർത്ത് വെക്കുക. ഇനിയിപ്പോൾ റിലേഷൻ പഠിക്കാനാണെങ്കിൽ ടാൻ എക്സിൻ്റെ എന്താ? sec² x. അപ്പോൾ അതിൻ്റെ ഉൾട്ടയായ എന്ത്? കോട്ട് വരുന്നത്. ടാൻ എക്സിൻ്റെ എന്താ? sec² x. അതിൻ്റെ ഉൾട്ടയായ എന്ത് വരുന്നത്? കോട്ടെക്സ് വരുന്നത്. കോട്ടെക്സ് വരുമ്പോൾ ഈ sec² xൻ്റെ ഉൾട്ട എടുക്കുന്നത് cosec² x. പിന്നെ സി വരുന്നതുകൊണ്ട് എന്താക്കുന്നത്? നെഗറ്റീവ് എടുക്കുന്നത്. മനസ്സിലായില്ല? ഡെറിവേറ്റീവ് ഓഫ് ടാൻ എക്സ്. ഡെറിവേറ്റീവ് ഓഫ് ടാൻ എക്സ് എന്താ? sec² x. അത് നമ്മൾ പഠിച്ചു. ഇത് പഠിച്ചു വെക്കാം. ഡെറിവേറ്റീവ് ഓഫ് ടാൻ എക്സ് എന്താ? sec² x. ടാൻ്റെ ഓപ്പോസിറ്റ് ആയ കോട്ട് വന്ന്
കോട്ടെക്സ് വന്ന്. നമ്മൾ നേരത്തെ പറഞ്ഞു ടാൻ്റെ ഓപ്പോസിറ്റ് എന്താ കോട്ട് വന്ന്. അപ്പോൾ സീക്കിൻ്റെ ഓപ്പോസിറ്റായി എന്ത് കൊടുക്കുക? സീക്കിൻ്റെ ഓപ്പോസിറ്റ് എന്താ? കൊസീക്ക്. അപ്പം കൊസീക് സ്ക്വയർ എന്താക്കുക? സീക്ക് സ്ക്വയർ എക്സിന് വരെ കൊസീക് സ്ക്വയർ എക്സ് കൊടുക്കുക. പിന്നെ ഇവിടെ സി വന്ന് ഓർത്ത് വെക്കാനുള്ള ട്രിക്ക്. അവിടെ സി വരുന്നതുകൊണ്ട് എന്ത് കൊടുക്കുക? നമുക്ക് എന്താക്കുക? നെഗറ്റീവ് കൊടുക്കുക. അപ്പോൾ ഈ സാധനം പഠിച്ചു കഴിഞ്ഞാൽ ഈ സാധനം ഓട്ടോമാറ്റിക് കിട്ടിയോ? കിട്ടി. ഇനിയിപ്പോൾ മയക്കാട്ടോ കിട്ടി. ഇനിയിപ്പോൾ അടുത്തൊന്ന് എടുത്തു നോക്കിയാൽ നിങ്ങൾ സീക്ക് എക്സ്. ഇതെല്ലാത്തിലും വർക്കാവില്ല, ഇതിലാ വർക്കാവുക. എല്ലാത്തിലും ഇതുകൊണ്ട് അപ്ലൈ ചെയ്യാൻ നിൽക്കണ്ട. സീക്ക് എക്സ്. സീക്ക് എക്സിന് നമുക്ക് എന്ത് കിട്ടി? സീക്ക് എക്സ് ടാൻ എക്സ് എന്ന് കിട്ടി. സീക്ക് എക്സ് ടാൻ എക്സ് എന്ത് കിട്ടി? ഡെറിവേറ്റീവ് ഓഫ് സീക്ക് എക്സ് എന്താണ്? സീക്ക് എക്സ് ടാൻ എക്സ്. അത് നമുക്ക് കിട്ടി. അത് മാത്രം പഠിച്ചു വെക്കുക. പഠിച്ചു വെച്ചു. അടുത്ത് നമുക്ക് എന്ത് വന്നു? സീക്കിൻ്റെ ഓപ്പോസിറ്റ് ആണല്ലോ എന്ത് ഞാൻ നേരത്തെ പറഞ്ഞു തന്നു? കൊസീക്ക് എക്സ്. അതിൻ്റെ ഉൾട്ടിയായിട്ട് വരുന്ന ആളാണ് എന്ത്? കൊസീക്ക് എക്സ്. അത് ഓർത്ത് വെക്കാൻ പറഞ്ഞു കേട്ടോ. കൊസീക്ക് എക്സ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കൊസീക്ക് എക്സ് വന്ന്. അപ്പോൾ ഇതിൻ്റെ നേരെ ഉൾട്ടെടുത്തോളി. സീക്ക് എക്സിൻ്റെ എന്താ? കൊസീക്ക് എക്സ് ആൻഡ് ടാൻ എക്സിൻ്റെ എന്താ? കോട്ടെക്സ്. ഇവിടെ എന്താക്കണം? സി വന്നു. ഡെറിവേറ്റീവ് വരുമ്പോൾ എന്തായി? മൈനസ് കൊസീക്ക് എക്സ് ആയി. ഇതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇതും കിട്ടും, ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇതും കിട്ടും. അതുകൊണ്ട് ഇതും 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 എന്തായാലും പഠിക്കുക. ആൻഡ് ബാക്കി അതിൻ്റെ ഉൾട്ടിട്ട് കൊടുക്കുക. മനസ്സിലായോ? ഞാൻ ഉദ്ദേശിച്ചത് മനസ്സിലായോ? ട്രിക്കും മനസ്സിലായോ? എല്ലാവരും ബൈഹാർട്ടാക്കുക. ഇത്രയേ ഉള്ളൂ. എന്ത് നമ്മളെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു റിലേഷൻ കൂടി ഉണ്ട്. ഒരു എത്ര 10 റിലേഷൻ. ഒരു 11ാമത്തെ റിലേഷൻ കൂടിയും പഠിക്കുക. y ഈസ് ഈക്വൽ ടു a റേസ് ടു എക്സ്. y ഈസ് ഈക്വൽ ടു a റേസ് ടു എക്സ് ആണെങ്കിൽ dy ബൈ ഡി എക്സ്. ഒന്ന് മയക്കട്ടെ, ഞാൻ വൃത്തിക്ക് എഴുതി തരാം. എത്ര? 10, 11. y ഈസ് ഈക്വൽ ടു a റേസ് ടു എക്സ് ആണെങ്കിൽ dy ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു a റേസ് ടു എക്സ് ഇൻറ്റു ലോഗ് എ. ഇത് y ഈസ് ഈക്വൽ ടു a റേസ് ടു എക്സ് ആണെങ്കിൽ dy ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു a റേസ് ടു എക്സ് ഇൻറ്റു ലോഗ് എ എന്ന് വെച്ചാൽ മനസ്സിലായില്ലല്ലോ. നിങ്ങൾ ഇതെന്താക്കുക? ഇത് മൊത്തം എഴുതിയെടുക്കടാ. ഞാൻ പോസ് ചെയ്ത് എടുക്കുക. ഞാൻ മയക്കാട്ടോ. ഇതൊക്കെ റിസൾട്ട് എഴുതിയെടുക്കുക. ഇനി നമ്മൾ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസിലേക്കാണ് പോകുന്നത്. അതിനു മുമ്പ് ഇതെന്താണെന്നും കൂടി ഒന്ന് പറഞ്ഞു തന്നിട്ട് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. എന്താക്കുക? മയക്കാട്ടോ. എടാ തരികിട മതി എടാ. തരികിട മതി. അതിൻ്റെ ഇടയിൽ ഇന്നലെ ഒരു സംഭവം ഉണ്ടായി. അണ്ണന്മാരെ, നമ്മളെ കോളേജിൽ ഇന്നലെ മറ്റേ ഇതായിരുന്നു അനുമോദന ചടങ്ങ്. അങ്ങനെ എനിക്കും കിട്ടിയ ഒരു അനുമോദനം മറ്റേ ജാം എക്സാമിൻ്റെ ക്രാക്ക് ചെയ്ത വകയിൽ. അങ്ങനെ കോളേജിൽ ഒരു മാസം എൻട്രൊക്കെ ഇട്ട് ഇൻഫിനിറ്റി ഓറാക്കിയിട്ട് തിരിച്ചു വന്ന് അതിൻ്റെ വീഡിയോ ഒക്കെ വേണം നിങ്ങൾ പറഞ്ഞാൽ കേട്ടോ, ഞാൻ ഇട്ട് തരും. ടീച്ചറൊക്കെ ഞെട്ടിയില്ലേ? ടീച്ചർമാർ എന്നെയും ഞെട്ടിച്ച്. അയ്യോ ഒന്നും പറയണ്ട. നല്ല കിഡിലൻ ദിവസമായിരുന്നു ഇന്നലെ. ഇതെന്താന്ന് പറഞ്ഞുതരാം. y ഈസ് ഈക്വൽ ടു a റേസ് ടു എക്സ് എന്ന് വെച്ചാൽ ഇതൊരു കോമൺ ആയിട്ട് എഴുതിയല്ലേ. എന്ന് വെച്ചാൽ y ഈസ് ഈക്വൽ ടു 4 റേസ് ടു എക്സ് എന്നാണ് നിങ്ങൾക്ക് തന്നെയെന്ന് വെച്ചോ. ഇത് നിങ്ങളോട് ചോദിച്ചു dy ബൈ ഡി എക്സ്. നിങ്ങൾ മറ്റേതെന്താ കണ്ടേ? y ഈസ് ഈക്വൽ ടു എക്സ് റേസ് ടു 4 എന്നാ. ഏത് ഫസ്റ്റ് റിലേഷൻ നമ്മൾ അതിനെങ്ങനെ ചെയ്തു? ഇത് എക്സ് റേസ് ടു എൻ ആണെങ്കിൽ എൻ എക്സ് റേസ് ടു എൻ മൈനസ് 1 എന്നാണ്. അതുപോലെ തന്നെ ഇതിപ്പോൾ എ റേസ് ടു എക്സ് എന്നുള്ള കോലത്തിലാണെങ്കിൽ എങ്ങനെയാണെങ്കിൽ അങ്ങനെ എന്താ വരിക? എ റേസ് ടു എക്സ് ഇൻറ്റു ലോഗ് എന്നാണ് റിസൾട്ട് വരിക. ഇതുപോലെ തന്നെ ഇതിപ്പോൾ എന്താ എ റേസ് ടു എക്സ് എന്ന് പറഞ്ഞ ഫോമിലുള്ളത്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് വരിക റിസൾട്ട്? എ റേസ് ടു എക്സ് എന്ന് വെച്ചാൽ 4 റേസ് ടു എക്സ് തന്നെ ഇൻറ്റു ലോഗ് എന്ന് വെച്ചാൽ ലോഗ് 4. ഇതാണ് എന്ത് ഇതിൻ്റെ റിസൾട്ട് വരിക. ഓക്കെ ആണോ? അത്രേ ഉള്ളൂ. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോയിക്കൂടെ? യെസ് പോവാം. ഞാൻ മയക്കാട്ടോ. ഇനിയിപ്പോൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാം എന്താണെന്ന് ഇതിൻ്റെ ഒക്കെ ഇമ്പോർട്ടൻസ് എന്താണെന്ന്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്തത് തന്നെയാണ്. y ഈസ് ഈക്വൽ ടു എക്സ് റേസ് ടു 5. അതിൻ്റെ dy ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു ക്വസ്റ്റ്യൻ എന്തുവാ? ഇത് എക്സ് റേസ് ടു എൻ ആണെങ്കിൽ എൻ എക്സ് റേസ് ടു എൻ മൈനസ് 1. അതെന്തുവാ? 5 എക്സ് റേസ് ടു 4. കിട്ടിയോ? ലെറ്റ്സ് കിട്ടി. അടുത്ത രണ്ടാമത്തത് y ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു എക്സ് റേസ് ടു 5 എന്ന് തന്നെന്ന് വെച്ചോ. ഇങ്ങനെ ക്വസ്റ്റ്യൻ കണ്ടേ. നമ്മൾ ക്വസ്റ്റ്യൻ ഡിഫിക്കൽട്ടി മെല്ലെ കൂട്ടി വരാൻ പോവാം. കണ്ടു വെച്ചോ. dy ബൈ ഡി എക്സ്
എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3നെ ഇവിടെ തന്നെ എഴുതണം. അങ്ങനെ ഞാൻ പറഞ്ഞത് ഈ x⁵5 എന്താ എന്ന് വെച്ചാൽ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഇങ്ങനെ dy/dx എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്താ d ഓഫ് ഈ വൈക്ക് വാരി ഇത് കൊടുക്കുക 3x⁵5. ഇങ്ങനെ കോൺസ്റ്റൻ്റ് ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ കോൺസ്റ്റൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ കോൺസ്റ്റൻ്റ് എടുത്ത് പുറത്തിട്ടിട്ട് എന്താക്കുക dy/dx ഇൻറ്റു x⁵5 ചെയ്യുക. ഈ വൈക്ക് വാരി ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ് എന്ത് ഇത്രയേരം പഠിച്ച ഡിഫറൻസിയേഷൻ. ഈ dy/dx ഓഫ് x⁵5 എന്താ നമ്മൾ നേരത്തെ ചെയ്തു ഇത് ചെയ്തു എന്താ 5x⁵5 - 4 എന്തായി 5x⁴ ആയി. അപ്പോൾ ഇതെന്തായി 3 ഇൻറ്റു 5x⁴ അതെന്തായി 15x⁴. മനസ്സിലായില്ല ഞാൻ ഒന്നുകൂടിയും പറയാം. ഇത്ര ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ കോൺസ്റ്റന്റ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക y = 3 അവിടെ തന്നെ വെച്ചിട്ട് ഇതിനെ അങ്ങ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഈ കോൺസ്റ്റന്റിനെ അവിടെ തന്നെ വെച്ചിട്ട് ഇതിനെ അങ്ങ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഇതെന്താ 5x⁴ അല്ലേ, ഇതിനെന്താ മൾട്ടിപ്ലൈ ചെയ്യുക 3 ഇൻറ്റു 5x⁴ എന്ന് വെച്ചാൽ 15 3 ഇൻറ്റു 5 15x⁴ എന്താവും dy/dx ആട്ടോ. എൻ്റെ മക്കളെ എന്ന് വെച്ചാൽ ഇതിൻ്റെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം dy/dx എന്തുവാ 3നെ ഇവിടെ തന്നെ വെക്കുക, ഇതിൻ്റെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ഇൻറ്റു 5x⁴ ആണ്. ഇതിനെ മാത്രം ഡിഫറൻഷിയേറ്റ് ചെയ്താൽ അതിനെന്താക്കുക 3 ഇൻറ്റു 5 എത്രയാ 15x⁴. മനസ്സിലായോ? യെസ് മനസ്സിലായി. ഇനി ഒരു എക്സാമ്പിളിലേക്ക് ഇവിടെ മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓൾജിബ്രായിക് ഇക്വേഷനാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെ തരും y = 3x⁵5 + 4x² + 3x അല്ലെങ്കിൽ വെറും x പ്ലസ് x ഇങ്ങനെ തന്നെന്ന് വെച്ചോ. ഇതിൻ്റെ ഡെറിവേറ്റീവ് കാണാൻ ചോദിക്കും dy/dx. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഓരോ ടേമിനെയും ഡെറിവേറ്റ് ചെയ്യണം. ഓൾജിബ്രായിക് ഫോം തന്നു കഴിഞ്ഞാൽ ഓരോ ടേമിനെയും ഡെറിവേറ്റ് ചെയ്യണം. ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്താ കിട്ടുക 3 ഇൻറ്റു ഇതെന്താവും 15x⁴ ആവും. നമ്മൾ ഓൾറെഡി ചെയ്തു. പ്ലസ് നമ്മൾ ഇട്ടല്ലോ. ഇതിനെ ഡെറിവേറ്റീവ് എന്താ കിട്ടുക ഇവിടെ 4നെ എന്താക്കുക അവിടെ തന്നെ വെക്കുക. ഇങ്ങനെ മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ 4നെ അവിടെ തന്നെ വെക്കുക. ഈ x⁵2നെ ഡെറിവേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും x⁵n എന്ന് പറഞ്ഞ ഫോമില എന്നുള്ളത്. അപ്പോൾ ഇതെന്താ nx⁴n - 1 ആണ്. ഇപ്പോൾ x² എന്ന് വെച്ചാൽ 2 ഇൻറ്റു x⁵2 - 1 എന്ന് വെച്ചാൽ 2x. അപ്പോൾ എന്താ 4 ഇൻറ്റു 2x പ്ലസ് ഇതെന്താ x എന്ന് വെച്ചാൽ ഏതാ x⁵1 ആണല്ലോ x⁵1 ആണല്ലോ x അല്ലേ. അപ്പോൾ എന്താ ഇത് ഏത് ഫോമിൽ തന്നെയാണ് x⁵n എന്ന് പറഞ്ഞ ഫോമിൽ തന്നെ അല്ലേ. അപ്പോൾ അതെന്താ nx⁵n - 1 ആണ്. ആ എന്നിൻ്റെ ഭാഗത്ത് എന്താ ഇവിടെ വരുന്നത് 1 ആണ്. x⁵1 മൈനസ് എന്താ 1 കിട്ടിയോ 1 ഇൻറ്റു x⁵1 - 1 ഇതെന്തുവാ 1 ഇൻറ്റു x⁵0 1 ഇൻറ്റു x⁵0 x⁵0 എന്ന് വെച്ചാൽ എനിത്തിങ്⁻⁴. ഞാൻ ഫസ്റ്റ് എൻ്റെ പാഠം കാണുന്ന എനിക്കറിയാം എനിത്തിങ്⁻⁴ എന്ന് വെച്ചാൽ എനിത്തിങ് എക്സിന് ഏത് വാല്യൂ കൊടുത്താലും ഇപ്പോൾ 1⁻⁴ ആയാലും 2⁻⁴ ആയാലും 3⁻⁴ അല്ലെങ്കിൽ 1000⁻⁴ ആയാലും എന്ത് ⁻⁴ ആയാലും അതിൻ്റെ ഉത്തരം എന്താ 1. ഞാൻ നിങ്ങൾക്ക് കാണുന്ന ഒരിക്കൊക്കെ പറഞ്ഞു തന്നു. ഞാൻ എൻ്റെ ചാപ്റ്റർ ഇത് എ എന്ന് പറഞ്ഞത് ഏത് വാല്യൂ ആവാം. a⁻⁴ എന്ന് വെച്ചാൽ എന്താ 1 ആണ്. നമ്മൾ എന്ത് പഠിച്ചു എൻ്റെ ഫിസിക്സ് ക്ലാസ് കാണുന്ന ആൾക്കറിയാം. ഞാൻ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് ഇത് എന്താന്ന് പറഞ്ഞെങ്കിൽ ഇതൊരു റിസൾട്ടാണ്. അതെന്താണ് 1 ആണ്. അപ്പോൾ x⁻0 എന്താ 1. അപ്പോൾ 1 ഇൻറ്റു 1 എന്നാ 1 തന്നെ. അപ്പോൾ ഇതെന്താവും എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും 1 കിട്ടും. അപ്പോൾ ഇതെന്തായി dy/dx = 15x⁴ പ്ലസ് 4 ഇൻറ്റു 2 8x + 1. ഇങ്ങനെയാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരിക. അതിന് നമുക്ക് എന്താണ് ഓരോ റിസൾട്ടും എന്താണെന്ന് അറിയണ്ടേ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എടാ അടുത്തയിലേക്ക് പോയി കൂടെ മയക്കട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി കൂടെ. നാലാമത്തെ ക്വസ്റ്റ്യൻ y = നിങ്ങൾക്ക് x⁴ പ്ലസ് e⁻x പ്ലസ് അതായത് നമ്മൾ ലെവൽ കൂട്ടി വരിക കേട്ടോ log x പ്ലസ് sin x എന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു റിലേഷൻ കിട്ടി.
അല്ലാത്ത വേറെ റിലേഷനൊന്നും നിങ്ങൾക്ക് കിട്ടാൻ പോണില്ല. ഇങ്ങനത്തെ ഓരോ റിലേഷനാണ് നിങ്ങൾക്ക് കിട്ടാൻ പോണേ. മറ്റേ റിലേഷനൊന്നും നോക്കിയിരുന്നിട്ട് കാര്യമില്ല. ഫോക്കസ് ഓൺ കരിയർ, നോട്ട് അതിൻ്റെ ഡെറിവേറ്റീവ് എന്താ പറയടാ. എക്സ് റേസ് ടു 4 നമുക്ക് ഡെറിവേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? ഇതെന്താ എക്സ് റേസ് ടു n എന്ന് പറഞ്ഞ ഫോർമാറ്റിലാണ്. അതിൻ്റെ റിസൾട്ട് എന്താ എൻ എക്സ് റേസ് ടു n-1 ആണ്. ഇവിടെ n എന്താ 4 ആണ്. എക്സ് റേസ് ടു 4 - 1 എന്ന് വെച്ചാൽ 3. അപ്പോൾ ഇതെന്തായി? ഇതിനെ മാത്രം നമുക്ക് ഡെറിവേറ്റ് ചെയ്തപ്പോൾ എന്തായി? 4x³ എന്ന് കിട്ടിയോ? ഇതിനെ ഡെറിവേറ്റ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 4x³ എന്ന് കിട്ടി. പിന്നെ നമ്മൾ പറഞ്ഞു ഡെറിവേറ്റീവ് ഓഫ് ഇ റേസ് ടു എക്സ്. ഡെറിവേറ്റീവ് ഓഫ് ഇ റേസ് ടു എക്സ് എന്താ? ഇ റേസ് ടു എക്സ് തന്നെയാ. നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതെന്താ? ഇ റേസ് ടു എക്സ് തന്നെയാ. അപ്പോൾ ഇ റേസ് ടു എക്സിന് ഡെറിവേറ്റ് ചെയ്താൽ ഇ റേസ് ടു എക്സ് തന്നെ കിട്ടി. അങ്ങനെ തന്നെയാ. അടുത്ത നമ്മൾ നേരത്തെ റിസൾട്ട് ഉണ്ട് പഠിച്ചു. ലോഗരിതം ഓഫ് എക്സ് എന്തുവാ? ഡെറിവേറ്റീവ് ഓഫ് ഓരോന്നിനെ ഈച്ച് ടേമിനെ ഡെറിവേറ്റ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. ഇതിനെ ഡെറിവേറ്റ് ചെയ്യുന്നുണ്ട്, ഈച്ച് ടേമിനെ ഡെറിവേറ്റ് ചെയ്യണം. അതെന്തുവാ? 1/x ആണ്. നമ്മൾ നേരത്തെ റിസൾട്ട് ഉണ്ട് പഠിച്ചു. ഇങ്ങനെയാണ് ഇവിടെ നടക്കുന്നത്. ഇങ്ങനെയാണ് ഈ പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ കുറേ നേരത്തെ എഴുതി തന്ന 11 എന്തും നിങ്ങൾ പഠിക്കണം. 11 ഞാൻ എഴുതിയ ഇക്വേഷൻസും നിങ്ങൾ പഠിക്കണം. ഞാനത് മനസ്സിലാക്കി പഠിക്കുന്ന പറഞ്ഞാന്നില്ലടാ, പഠിക്കൂലടാ. നല്ല മക്കളല്ലേ, വെരി ഗുഡ് ഗായ്. അടുത്ത ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ്. ഞാൻ പറഞ്ഞു സൈനിൻ്റെ ഓപ്പോസിറ്റ് ആരാ? കോസ്. അപ്പോൾ എസ് ആയതുകൊണ്ട് നെഗറ്റീവ് ഒന്നുമില്ല. അപ്പം ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് എന്തുവാ? കോസ് എക്സ് ആണ്. അപ്പോൾ ഇതിനെ ഡെറിവേറ്റീവ് ഇതിനെയും ഡെറിവേറ്റ് ചെയ്യണം. അപ്പോൾ എന്ത് കിട്ടി? കോസ് എക്സ് കിട്ടി. ഇപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ? ആൻസർ ഓഫ് നാലാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താ? ഡെറിവേറ്റീവ് ഓഫ് y = 4x³ + e⁻x + ലോഗരിതത്തിൻ്റെ 1x + സൈനിൻ്റെ കോസ് എക്സ്. മയക്കാട്ടോ. ഇനി അടുത്തയിലേക്ക് പോയിക്കൂടെ? അടുത്തയിലേക്ക് പോവാം. അടുത്തയിലേക്ക് എന്ന് വെച്ചാൽ അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത നമുക്ക് കിട്ടി ഒരു ഒരു 6x² + 2x + cosec x വെച്ചോ. ഇതിൻ്റെ ആൻസർ ആണ് നമ്മൾ എഴുതാൻ പോകുന്നത്. ഇതിൻ്റെ ഡെറിവേറ്റീവ് dy/dx അതാണ് നമുക്ക് എഴുതേണ്ടത്. 6x². ഇങ്ങനെ വന്നതിനാ ഞാൻ പറഞ്ഞു എന്ത്? ഇങ്ങനെ വന്ന് കണ്ടു കഴിഞ്ഞാൽ 6നെ അവിടെ തന്നെ എഴുതാം. x² ഡിഫറൻഷിയേറ്റ് ചെയ്ത് എന്ത് കിട്ടും? x² എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? എക്സ് റേസ് ടു n എന്ന് പറഞ്ഞ ഫോർമാറ്റിലാണ്. ഇതിൻ്റെ റിസൾട്ട് എന്താ? nx റേസ് ടു n-1 ആണ് അതിൻ്റെ റിസൾട്ട്. എന്നിൻ്റെ ഭാഗത്ത് ഇവിടെ എന്താ? 2 ആയതുകൊണ്ട് 2 × x റേസ് ടു 2 - 1 എന്ന് വെച്ചാൽ 1 എന്ന് വെച്ചാൽ 2x. അപ്പോൾ ഇതെന്ത് കിട്ടി? 2x എന്ന് കിട്ടി. ഓക്കെ. പ്ലസ് 2 റേസ് ടു x. 2 റേസ് ടു x എന്ന് പറഞ്ഞാൽ ഏത് ഫോർമാറ്റാ? a റേസ് ടു x പറഞ്ഞ ഫോർമാറ്റ് അല്ലേ? ഇതിനെ ഡെറിവേറ്റ് ചെയ്ത എന്ത് റിസൾട്ട് എന്തായാലും കിട്ടുക? a റേസ് ടു x × ലോഗരിതം ഓഫ് a. ഇതാണ് എന്ത്? ഇതിൻ്റെ റിസൾട്ട് കിട്ടുക. അതിവിടെ എഴുതുക. a റേസ് ടു x a റേസ് ടു x അല്ല, ഇവിടെ എൻ്റെ സ്ഥാനത്ത് 2 റേസ് ടു x × ലോഗരിതം ഓഫ് 2. ഓക്കെ ആണോ? ഓക്കെ ആണ്. പ്ലസ് അടുത്ത കൊസീക് എക്സിന നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എന്തായിരുന്നു കിട്ടുക? സി ഉള്ളതുകൊണ്ട് എന്തായാലും ഒരു നെഗറ്റീവ് ഉണ്ട്. കൊസീക്കിൻ്റെ മറ്റേ സാധനം എന്തായിരുന്നു? സീക്കിനെ ഡെറിവേറ്റ് ചെയ്താൽ നമുക്ക് എന്തായിരുന്നു കിട്ടുക? സീക്ക് എക്സിനെ ഇതാ നമ്മൾ പഠിച്ചിട്ടുള്ളൂ എന്ന് വെച്ചോ. സീക്ക് എക്സിനെ ഡെറിവേറ്റ് ചെയ്താൽ എന്തായിരുന്നു കിട്ടുക? സീക്ക് എക്സ് ടാൻ എക്സ് ആയിരുന്നു കിട്ടുക. അപ്പോൾ ഇതിൻ്റെ മൊത്തത്തിൽ ഉൾട്ട ഇവിടത്തേക്ക് എടുത്തോ. സീക്ക് എക്സിൻ്റെ ഉൾട്ട എന്താ? കൊസീക്ക് എക്സ് തന്നെ. കൊസീക്ക് എക്സ് ടാൻ എക്സിൻ്റെ ഉൾട്ട എന്താ? കോട്ടെക്സ്. ഇതാണ് ഓർത്ത് വെക്കാനുള്ള ട്രിക്ക്. കോസെക്സ് ഇത് മാത്രം പഠിച്ചാൽ മതി. ഇതാ നമ്മൾ പഠിച്ചുള്ളൂ. ഇതും പഠിച്ചു, ടാൻ എക്സും പഠിച്ചു. ടാൻ എക്സ് എന്താ? sec²x. സൈൻ എക്സ് എന്താ? കോസ് എക്സ്. ഇതാ നമ്മൾ പഠിച്ചുള്ളൂ. ഇതിൽ നിന്ന് ബാക്കി നമ്മൾ ഉണ്ടാക്കാം. ഇതാ നേരത്തെ ഞാൻ പറഞ്ഞ ട്രിക്ക്. ഓക്കെ. കൊസീക് എക്സിൻ്റെ എന്താ? സീക്ക് എക്സ് ടാൻ എക്സ് ആയതുകൊണ്ട് കൊസീക് എക്സിൻ്റെ എന്താ? സീക്ക് എക്സിൻ്റെ മൈനസ് കൊസീക് എക്സ് ടാൻ എക്സിൻ്റെ ഉൾട്ട കോട്ടെക്സ് ആൻഡ് സി ആയതുകൊണ്ട് നെഗറ്റീവ്. അപ്പോൾ ഇതെന്തായി? നെഗറ്റീവ് കൊസീക് എക്സ് കോട്ടെക്സ്. ഓക്കെ ആയോ? ഇതിനൊന്നുകൂടിയും നമുക്ക് എന്താക്കാം? മൊഞ്ചാക്കി എഴുതേണ്ടതുണ്ട്. മൊഞ്ചാക്കി എഴുതാലോ? മൊഞ്ചാക്കി എഴുതി കൂടെ? എഴുതാം. dy/dx = 12x + 2 റേസ് ടു x × log 2 + - cosec x cot x.
ഇതാണ് എന്ത് റിസൾട്ടന്റ്. ഇങ്ങനെ നിങ്ങൾക്ക് എക്സാമിന് തന്നെ ചോദിക്കും. നമ്മൾ എന്താക്കുക, ഇത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഇനി ഇത്രയാണ് എന്ത്, ഈ സാധനമാണ് നിങ്ങൾക്ക് എന്തിനു വേണ്ടത് ഫിസിക്സിൽ. ഇങ്ങനെയാണ് അപ്ലിക്കേഷൻ. ഇതാണ് ഇതിൻ്റെ അപ്ലിക്കേഷൻ. ഈ അപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് ഫിസിക്സിൽ വേണ്ടത്. ഇനിയിപ്പോൾ എന്തായാലും ഞാൻ ഡിഫറൻസിയേഷൻ എടുത്തല്ലേ, ഇതിൻ്റെ ഒരുപാട് വേറെ ഡിഫറെൻറ്റ് ഫോമുകളുണ്ട്. അതും കൂടി പറഞ്ഞിട്ട് എന്താക്കാം, നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾക്ക് എന്താക്കാം, നിങ്ങൾക്ക് എന്ത് വേണം, ഇതുവരെ ആ ഫിസിക്സിന് വേണ്ടു, ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് മാത്സിൽ വേണം. അതുകൊണ്ട് പഠിക്കാൻ വന്നവർക്ക് അതും ഉപകാരപ്പെടണം. ഡിഫറൻസിയേഷൻ മൊത്തത്തിൽ ഞാൻ എടുക്കുന്നുണ്ട്, അതിലേക്ക് പോവാം. ലെറ്റ്സ് ഗോ.